തെരഞ്ഞെടുപ്പിന് അനുരണനങ്ങൾ തുടരുകയാണ്. അത് എല്ലാ പാർട്ടിയിലുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥിയുടേതാണ്. രമ്യ ഹരിദാസ് വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കുകയാണ്. ഒന്ന് ആലത്തൂരും ഇപ്പോൾ ഇതാ ചേലക്കരയും. അതിനുശേഷം അവർക്ക് തിരിച്ചറിവുണ്ടായി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്നത്തെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഷാജൻ സ്കറിയയുമായി ചേർന്ന് അവരെടുത്ത ഫോട്ടോയെക്കുറിച്ചും അദ്ദേഹത്തെ പിന്താങ്ങിയതിനെക്കുറിച്ചുമുള്ള അവരുടെ ഒരു വീണ്ടും വിചാരത്തെക്കുറിച്ചാണ്. അത് തെറ്റായി പോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അവരുടെ രമ്യ ഹരിദാസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഷാജൻ സ്കറിയോടൊത്തുള്ള ഒരു ഫോട്ടോ വലിയ രീതിയിൽ എതിർവിഭാഗം പ്രചാരണായുധമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുകൂടി വെച്ചാണോ അവർ ഈ തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നത്? ഞാനങ്ങനെ ഈ ആരുടെ ഫോട്ടോ കാരുടെ കൂടെ എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ വലതുപക്ഷം എന്ന് ധ്വനിപ്പിക്കുന്ന പേരുകളോടെ വിദ്വേഷവും വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ധാരാളമുണ്ട്. പേരറിഞ്ഞതും അറിയാതെ നമ്മൾ കാണാത്തതൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ പോലും കൺവെട്ടത്തിൽ വരാത്ത ഒരുപാട് ചാനലുകൾ അതുപോലെ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് 10,000-കണക്കിന് വ്യൂസ് ഉള്ള ഓരോ വീഡിയോകളുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ ആരാണ് കാണുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ വിദ്യാസമ്പന്നരായ സാക്ഷരരായ ജനങ്ങൾ തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് 5-10 വർഷമായി. 5-10 വർഷമായിട്ട് കേരളത്തിൽ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി, വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി, ദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി പലതരം യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയും അതിങ്ങനെ വർക്ക് ചെയ്യുകയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയും അതിലൂടെ ലാഭം ഉണ്ടാവുകയും വലിയ തോതിലുള്ള ലാഭം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് അതൊരു ലാഭകരമായ ബിസിനസ്സാണ് വിദ്വേഷ പ്രചാരണം എന്നുള്ളത് കേരളത്തിൽ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. വേറെ എന്ത് കണ്ടന്റ് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ട്രാഫിക് വിദ്വേഷത്തിനുണ്ടാവുന്നു എന്ന് വരുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വരാനും കാരണമാകും. ഒരു നടപടി ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പൊതുവായ പ്രത്യേകത. ഒന്ന്, അത് ഇസ്ലാമോഫോബിക് കണ്ടന്റുകളാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. 2, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കണ്ടന്റാണ്. ഈ 2 കണ്ടന്റ്. അപ്പോൾ ഇത് സ്വാഭാവികമായും BJPക്ക് ഗുണകരമാവുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നതെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാം. അപ്പോൾ ഇത്തരം യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടി വേണം എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ വരുന്ന ഒരു സാമൂഹിക ആവശ്യമാണ്. കാരണം ഈ വിദ്വേഷ പ്രചാരണം നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ തന്നെ തകർക്കുന്ന ഒന്നാണ് എന്ന് പലരും തലയിൽ ആൾതാമസമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് നിയമം വഴിയെങ്കിലും നിയന്ത്രിക്കണം, എന്തെങ്കിലും ചെയ്യണം. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ല, വിദ്വേഷ പ്രചാരണം എന്ന എലോൺ മസ്കിൻ്റെ സമവാക്യം ഉണ്ടല്ലോ, ഹേറ്റ് മോങ്കറിങ് സം ഫ്രീ സ്പീച്ച്, അതാണ് എലോൺ മസ്ക് പറയുന്നത്. അതല്ല ഇവിടെ സംഭവിക്കേണ്ടത്. സർക്കാർ ഇടപെട്ട് തടയണം, നടപടിയെടുക്കണം, കേസെടുക്കേണ്ട കാര്യങ്ങൾ കേസെടുക്കണമെന്ന് പല ഘട്ടങ്ങളായി പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് PV അൻവർ, LDF MLA ആയ PV അൻവർ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതും പരാതികൾ കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതെങ്കിലും വ്യക്തിയല്ല. അപ്പോൾ ഷാജൻ സ്കറിയ എന്നൊരു വ്യക്തിയല്ല അതിലെ പ്രശ്നം. അത്തരം കണ്ടന്റുകളുടെ ഉപഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ്. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വളരെ വിദ്യാസമ്പന്നരായ മനുഷ്യന്മാർ, ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ഉള്ള മനുഷ്യന്മാർ പോലും ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത്തരം സാധനങ്ങൾ കാണുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് വളരെ മാന്യം നമുക്ക് തോന്നുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള വിദ്വേഷം ദിവസവും ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലുള്ള വ്യത്യസ്ത പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള ആൾക്കാർ, അതായത് LDFന് വോട്ട് ചെയ്യുന്നവരും UDFന് വോട്ട് ചെയ്യുന്നവരും BJPക്ക് വോട്ട് ചെയ്യുന്നവരും ഈ സാധനം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു, നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്നുള്ളതല്ല. അവർ വിദ്വേഷത്തിൻ്റെ വാഹകരായി വിദ്വേഷം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു എല്ലാ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള മനുഷ്യന്മാർ. ഞാനിതിൽ കോൺഗ്രസ് ഉണ്ട്, അതിൽ മുസ്ലിം ലീഗുകാരുണ്ട്, അതിൽ CPMകാരുണ്ട്, CPMന് വോട്ട് ചെയ്യുന്നു, ഞാൻ വോട്ട് ചെയ്യുന്ന ആളുകളെ പറ്റി പറയുന്നത്. ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഈ സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ എന്തിനാണ് ഇത്തരം വിദ്വേഷ ചാനലുകളാണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ കഴിയും. അത് വിദ്വേഷം തിന്നാൻ വേണ്ടിയല്ല. അതിലെന്ത് ചെയ്യുന്നുണ്ടാവും, പിണറായി ചീത്ത വിളിക്കുന്നുണ്ടാവും, CPMനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് അവൻ്റെ അതിലേക്കുള്ള അട്രാക്ഷൻ. ലീഗുകാരൻ എന്തിനായിരിക്കും അതിന് പോകുന്നത്? തലയാട്ടിയൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുന്ന വക്കീൽ എന്ത് ചെയ്യുന്നു, പിണറായി എന്നാല് തെറി പറയുന്നു, അത് കേട്ടുന്നു സ്വിച്ചുകളെ. അതൊരു എൻ്റർടൈൻമെൻറ്റാണ്. പിണറായി ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായൊരു മുസ്ലിം ലീഗുകാരനും കോൺഗ്രസ്സുകാരനും ഉണ്ടാകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷേ അപകടകരമായ വസ്തുത, ക്രമേണ ഇവരുടെ തന്നെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കും ഇത്തരം വീഡിയോകൾ. അതിപ്പോൾ ലീഗിന് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും CPMന് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും ഈ വീഡിയോകൾ നിരന്തരം കൺസ്യൂം ചെയ്യുമ്പോൾ ഇവരുടെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കും. അത് അവരുടെ രാഷ്ട്രീയ ചിന്താശേഷിയെ മാറ്റിമറിക്കും. ഇത് മനസ്സിലാക്കാതെയാണ് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും, ഇടയ്ക്കൊക്കെ ഞാൻ ഇത്തരം വീഡിയോകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ലൈക്ക് ചെയ്തിട്ടുള്ള ആളുകളെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് എങ്ങനെയാണ് ഇവർക്ക് ഈ കണ്ടന്റിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിച്ചാൽ, അവരെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ എതിരാളിയെ ഈ പറയുന്ന വിദ്വേഷ പ്രചാരം ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇയാൾ എൻ്റർടൈൻ ചെയ്യുന്നത്.
ഇതാണ് ഇതിലെ അടിസ്ഥാനപരമായ മനഃശാസ്ത്രം. അല്ല, ഈ വക്കീലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു കോൺഗ്രസിന് DCC പ്രസിഡന്റ് രംഗത്ത് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് എക്സ് ഓർ വൈ ഈ പറയുന്ന ഷാജൻ സ്കറിയോ അല്ലെങ്കിൽ വക്കീലോ അല്ലെങ്കിൽ വേറെ ആയാലോ എന്നുള്ളതല്ല പ്രശ്നം. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സാമൂഹിക പ്രത്യാഘാതമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കേട്ട് അവർ പറയുന്നത് ശരിയായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന നിരന്തരമായ കൺസംഷൻ അങ്ങനെ ഒരു ചിന്ത ഇതുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എന്താ പണം സംഭവിക്കുന്നത്? കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിച്ചത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൻ്റെ ഭാഗമാണ് മറ്റൊരാൾ പറഞ്ഞാൽ അത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകുന്നത് നമ്മൾ ഈ തോട്ട് പ്രോസസ്സിനെ മാറ്റുന്നതുകൊണ്ടാണ്. ഇത് അപകടകരമാണ്. ഈ അപകടകരമായ സംഗതിയെ ചില കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ പിണറായി വിജയനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, അവർ CPM-നെ വിമർശിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ സഹായിക്കുന്നത്. അല്ലാതെ അവർ ഇതിൻ്റെ രാഷ്ട്രീയ ഗുണം BJP-ക്കാണെന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഗുണം എന്താണ്? ഇവർ CPM-നെതിരെയും ഇവർ പിണറായി വിജയനെതിരെയും പറയുന്നതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുമല്ലോ ഓർത്താണ് ഇവർ പിന്തുണയ്ക്കാൻ ചെല്ലുന്നത്. അത് K. സുധാകരനായാലും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആയാലും ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസ് ആണെങ്കിലും ഇവരുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറഞ്ഞാൽ അത്ര പരിമിതമാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് നേരെ തിരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ നാളെ CPM അധികാരത്തിൽ നിന്ന് പോവുകയാണ്, UDF അധികാരത്തിൽ വരാമെന്നിരിക്കട്ടെ, നിസ്സംശയം ഇത്തരം വിദ്വേഷ കേന്ദ്രങ്ങളുടെ പ്രഥമ ടാർഗറ്റ് എന്ന് പറയുന്നത് UDF ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കും. അവർ തൽക്കാലം CPM-നെ മാറ്റി നിർത്തും. അപ്പോൾ CPM-മാർ എന്ത് ചെയ്യും? ഇതേ കണ്ടന്റ് അവർ ഭക്ഷിക്കും. കാരണം ഈ പറയുന്ന യൂട്യൂബ് ചാനലുകൾ പലതും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ സോളാർ വിവാദ സമയത്ത് ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനുമെതിരെ അതിരൂക്ഷമായ വിദ്വേഷ പ്രചാരണം ഇതേ ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അന്ന് അതിനെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തിരുന്നത് CPM അണികളാണ്. CPM-മാർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും മുസ്ലിം ലീഗുകളുടെ അട്രാക്ഷൻ എന്താണ്? പിണറായി ചീത്ത വിളിക്കുന്നുണ്ടോ, കമ്മ്യൂണിസ്റ്റ് ചീത്ത വിളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുക. അപ്പോൾ ഇത് തങ്ങളുടെ രാഷ്ട്രീയ ചിന്തയെ, രാഷ്ട്രീയ ബോധ്യത്തെ എങ്ങനെയാണ് ഇത്തരം വിദ്വേഷ വീഡിയോകൾ മാറ്റിമറിക്കുന്നത് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, BJP-ക്കാർ അതല്ല ചെയ്യാൻ പോകുന്നില്ല, BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം? അവരുടെ അണികളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട അടിയന്തര സന്ദർഭമാണ്. ഇപ്പോൾ രമ്യ ഹരിദാസിന് തന്നെ ഇന്നത്തെ വിശദീകരണം നോക്കുക. ചേലക്കരയിൽ തോറ്റത് എന്തുകൊണ്ടാണ്? അത് തോൽവിയല്ല, അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റി. പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു, ഞാൻ ആ യൂട്യൂബറോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇട്ടു, അതുകൊണ്ടാണ് തോറ്റതെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ വാർത്തകളോടും നിലപാടുകളോടുള്ള പിന്തുണയല്ല, പിന്നെ എന്തിനോടുള്ള പിന്തുണയാണ്? അത് രമ്യ പറയണ്ടേ? എന്തിനോടുള്ള പിന്തുണയാണ്? പിണറായി വിജയൻ ഷാജൻ സ്കറിയെ നിരന്തരം കേസെടുത്ത് വേട്ടയാടി, അതിനോടുള്ള പിന്തുണയാണെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ വേട്ടയാടിയോ? ഇല്ല. PV അൻവറിൻ്റെ പ്രധാനപ്പെട്ട പരാതി എന്താണ്? അങ്ങനെ ഒരു കേസ് നിരന്തരം പരാതി കൊടുത്തിട്ടും ആ വിദ്വേഷ പ്രചാരണം അവസാനിപ്പിക്കാൻ ആവശ്യമായ ഒരു നിയമ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നാണ് PV അൻവറിൻ്റെ ആരോപണം. അപ്പോൾ ഏത് വേട്ടയാടലിനെതിരെയാണ് രമ്യ ഹരിദാസ് പിന്തുണ കൊടുക്കുന്നത്? രമ്യ ഹരിദാസ് അതിൽ ഒറ്റയ്ക്കല്ല, K. സുധാകരൻ പിന്തുണ കൊടുത്തിട്ടുണ്ട്, ശശി തരൂർ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ശശി തരൂർ ഏതാണ്? വളരെ ഉയർന്ന ചിന്താഗതിയുള്ള ശശി തരൂർ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരർത്ഥത്തിൽ ശശി തരൂർ പിന്നെ വിശദീകരിച്ചു, ഞാൻ പിന്തുണ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ചെങ്കിൽ പോലും പല കോൺഗ്രസ് നേതാക്കളും ഈ പറയുന്ന വിദ്വേഷ യൂട്യൂബർമാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് അപകടകരമാണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ട പാർട്ടി കോൺഗ്രസ്സാണ്. ഇത് അവരുടെ തന്നെ അടിത്തറ തോണ്ടുന്ന ഒന്നാണ്. കേരളത്തിൽ വിദ്വേഷം വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യുന്ന പാർട്ടികളിൽ ഒന്നാം സ്ഥാനത്തെ പാർട്ടി കോൺഗ്രസ്സാണ്. അത് CPM-ഓ BJP-യോ മുസ്ലിം ലീഗോ അല്ല, കോൺഗ്രസ്സിനാണ് അത് അടുത്തറിയണം. കാരണം കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി പ്രകാരം അവരെങ്ങനെയാണോ സമൂഹത്തെ നോക്കിക്കാണുന്നത്, ആ സമൂഹത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് വിദ്വേഷമെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സാണ്. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞ് തിരുത്തുകയും രമ്യ ഹരിദാസിനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുകയും അടിയന്തരമായി ചെയ്യണം. ഇനിയും രമ്യ ഹരിദാസിന് ആ പ്രശ്നം മനസ്സിലായിട്ടുണ്ടെന്ന് ആ വിശദീകരണത്തിൽ പോലും എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇത് ആദ്യം തിരുത്തേണ്ടത് K. സുധാകരനാണ്, പിന്നീട് കോൺഗ്രസ് നേതാക്കൾ തിരുത്തണം, അവരുടെ അണികൾ തിരുത്തണം, അവരത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആരെങ്കിലും തിരുത്തുമെന്ന് നിഷാ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ചോദിച്ചാൽ ഇന്നത്തെ ഈ സംഭവം അവർക്ക് കാര്യമായി മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ അവർക്ക് മനസ്സിലാവാതിരുന്ന ഒന്ന്, ഞാനൊരു വിദ്വേഷ യൂട്യൂബറുടെ തോളിൽ കൈയിട്ട് നടന്നാലും അതൊന്നും കേരളത്തിലെ ആളുകൾ കാര്യമാക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയും ആ വിദ്വേഷ യൂട്യൂബർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വിഴുങ്ങിയ ആളുകളുണ്ട്, ബഹുഭൂരിപക്ഷം പേർ, അവർ എനിക്ക് വോട്ട് ചെയ്തോളും എന്ന് വിചാരിച്ചിരുന്നു ആ മഹതി. പക്ഷേ അങ്ങനെയല്ല. ആളുകൾ വളരെ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യരാണ്. വിദ്വേഷത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചെന്നിട്ട് പിണറായി വിജയനെതിരെ വോട്ട് ചോദിച്ചാൽ കിട്ടില്ല എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായി. 2 തോൽവികൾക്ക് ശേഷമാണ് അവർക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ തിരുത്തുകയാണ്. ആ തിരുത്തലിൽ തന്നെ അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് നേരത്തെ അജിംസ് വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, അതായത് ഇത്തരം ഓൺലൈൻ വാർത്താ പോർട്ടലുകൾക്കെതിരായിട്ടുള്ള പിണറായി വിജയൻ്റെ വേട്ടയ്ക്കെതിരായിട്ടുള്ള സ്വാഭാവികമായ എൻ്റെ ഐക്യദാർഢ്യമായിരുന്നു എന്ന്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇവർ കയ്യിൽ തോളിൽ കയറ്റി നടക്കുന്ന ഈ വിദ്വേഷ യൂട്യൂബർ വാർത്താ മാധ്യമ പ്രവർത്തകനാണോ എന്നാണ് അവർ ആദ്യം വ്യക്തത വരുത്തേണ്ട കാര്യം. രാഹുൽ ഗാന്ധി പട്ടായയിൽ പോകുന്നതിനെക്കുറിച്ച് പോലും വൃത്തികെട്ട വഷളൻ വീഡിയോകൾ ചെയ്ത് പടച്ചുവിടുന്ന ആൾ മാധ്യമ പ്രവർത്തകനാണോ എന്നിവർ പറയണം. അതൊരു വിദ്വേഷ യൂട്യൂബറാണ്, അത് ജേർണലിസം അല്ല അയാൾ ചെയ്യുന്നത്. അവർക്ക് ആവശ്യമുള്ള, അവരുടെ രാഷ്ട്രീയത്തിന് ആവശ്യമുള്ള തരത്തിൽ ആളുകളെ മതപരമായി ഭിന്നിപ്പിക്കുന്ന
ഭീകര സ്വഭാവമുള്ള കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനമായി പരിഗണിക്കേണ്ടതിൻ്റെ ബാധ്യത എന്താണ്? അപ്പോൾ അതൊരു മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നു പോലും അവർ മാധ്യമ പ്രവർത്തനം എന്താണ്, വിദ്വേഷ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഇവർക്കില്ല. അടിസ്ഥാന പ്രശ്നം ഇതാണ്. ആരെങ്കിലും ഒരാൾ പിണറായി വിജയനോ CPM-നോ തെറി വിളിച്ചാൽ അവരെ നമുക്ക് ഇതാ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലായ്മ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം നേതാക്കളെയും, അത് കെ സുധാകരനെയും വി ഡി സതീശൻ പോലും ഒരു ഘട്ടത്തിൽ പിന്തുണ പറയുകയും പിന്നീട് അദ്ദേഹം തിരുത്തി പറയുകയുമാണ് ചെയ്തത്. ഈ പറയുന്ന വിദ്വേഷ യൂട്യൂബർ കേരളത്തിലുണ്ടാക്കുന്ന നാശം എന്തുമാത്രം വലുതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ വിദ്വേഷ യൂട്യൂബർ നോക്കൂ, അവരുണ്ടാക്കുന്ന വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത പറയുകയാണ്. ഇത് പിണറായി വിജയൻ കാണുന്നില്ല എന്ന് ചോദിച്ച ആളാണ് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് ഇവരെ പിന്തുണയ്ക്കുകയും ഇവരുടെ മാധ്യമ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മാധ്യമ പ്രവർത്തനം അല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇവർ മനസ്സിലാക്കട്ടെ. അവർക്ക് തിരിച്ചും കിട്ടി സഹായം. അതാണ് അതിൻ്റെ കാരണം. അവരെ വിളിച്ചിരുത്തി എൻ്റെ പെങ്ങൾ കൂട്ടി ജയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് വേണ്ടി ഒരു PR സ്വഭാവത്തിലുള്ള ക്യാമ്പയിൻ ഈ കുറേ ഫോളോവേഴ്സുള്ള ഈ വിദ്വേഷ യൂട്യൂബിൽ വന്നു. വ്യക്തിപരമായി തനിക്ക് കിട്ടിയ സഹായത്തിന് താൻ മറുപടി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് താൻ നിൽക്കുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, തൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി വേട്ടയാടുന്നതോ തൻ്റെ പാർട്ടി വേട്ടയാടുന്നതോ ഇന്ത്യൻ ആൻഡ് കേരള മതനിരപേക്ഷതയുടെ അടിവേര് തകർക്കുന്നതോ അവർക്ക് പ്രശ്നമായില്ല. കേവലമായ അവരുടെ സ്വാർത്ഥത. എനിക്ക് ഈ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സായ ആളുകൾക്ക് എനിക്ക് അനുകൂലമായ കണ്ടന്റ് പോകണം, അതുമാത്രമാണ്. അല്ലാതെ അവരുടെ ഈ കുറിപ്പിൽ ആത്മാർത്ഥതയില്ല, ശരിയില്ല, നൈതികതയില്ല, ഒരു സംഗതിയുമില്ല. അവർക്ക് തിരുത്താൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം. ആ തിരുത്ത് ബാക്കി മുഴുവൻ കോൺഗ്രസ്സുകാരിലേക്കും എത്തട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് പിണറായി വിജയനെ എതിർക്കാവുന്നതാണ്. മറിച്ച് പിണറായി വിജയൻ്റെ പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇനിയും അയാൾ വേട്ടയാടപ്പെട്ടു തന്നെ ഇരിക്കുക. വേട്ടയാടിയാൽ എന്താ കുഴപ്പം? വേട്ടയാടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രശ്നം. വിദ്വേഷത്തിൻ്റെ പേരിൽ നിയമപരമായ വേട്ട എന്ന് പറഞ്ഞാൽ നിയമപരമായ നടപടി എടുക്കുക. അതുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം കേരളത്തിലുണ്ട്. ആ എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉന്നയിക്കേണ്ടവ ഇവർ എന്ത് വിദ്വേഷം പറഞ്ഞാലും അവരെ തൊട്ടുപോകരുതെന്ന് നിലപാട് സ്വീകരിക്കുക. ആ നിലപാടല്ല സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പിസോഡ് ഒരു പാഠ്യവിഷയമാവട്ടെ, ഇതൊരു മാതൃകയാവട്ടെ കേരളത്തിലെ കോൺഗ്രസ്സിന്. നിങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം നിങ്ങൾ പറയുക. ആത്യന്തികമായി നിങ്ങളെയും തകർത്ത് ഈ പറയുന്ന ഹിന്ദുത്വ വർഗീയതയുടെ കൊടി നാട്ടാൻ പണിയെടുക്കുന്ന ആളുകളുടെ തോളിൽ കയറി ഇരിക്കരുത് എന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടാൻ കോൺഗ്രസ്സിന് പറ്റട്ടെ. അങ്ങനെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ രമ്യ ഹരിദാസ് ഒരു ഒറ്റപ്പെട്ട അനുഭവമായിരിക്കില്ല. അത് വലുതാവുകയും കൂടുതൽ പേർ തോൽക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് നമ്മൾ ചേലക്കരയെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യർക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുണ്ട്. ഈ നാട് എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനകത്ത് വർഗീയത കൊണ്ട് ചെലുത്താൻ രമ്യ ഹരിദാസ് അല്ല വേറെ ആര് ശ്രമിച്ചാലും അവർ തിരസ്കരിക്കപ്പെടും, എടുത്തെറിയപ്പെടുമെന്നാണ് ചേലക്കരയുടെ പാഠം. യെസ്, വിദ്വേഷത്തെക്കുറിച്ച് എല്ലാവർക്കും തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ഇന്ന് ഇവിടെ തീരുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.